ഹലോ, നമുക്കിന്നൊരു അടിപൊളി വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയാലോ? അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പം, ഇതാണ് ഞാൻ ഇന്ന് പ്രൈസ് കണ്ടത്. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ വിചാരിച്ചു എല്ലാം DIY ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ഇത്രയും പൈസേൻ്റെ സാധനം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. ഒരു കാർഡ്ബോർഡും കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും പിന്നെ കുറച്ചധികം ഫെവിക്കോളും മാത്രം മതി. പശേൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാണ്ട് കുറച്ച് വാരി അങ്ങോട്ട് പൊത്തുക. പിന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റും കൂടെ വേണം ഇങ്ങട്. ഇനി ഈ കാണുന്ന പോലെ ഫെവിക്കോളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു മൂൺ ലാമ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇത് നമ്മൾ മൂണിനിങ്ങനെ കുറച്ച് ടെക്സ്ചർ ഉണ്ടല്ലോ, അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ വൈറ്റ് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത്, അതായത് നമ്മളൊരു ടെക്സ്ചർ പോലെ പെയിൻറ് ചെയ്തെടുക്കുക. ഈ ടിഷ്യൂ പേപ്പർ ഓൾറെഡി ഇങ്ങനെ അത്യാവശ്യം ടെക്സ്ചേർഡ് ആയതുകൊണ്ട് നമുക്ക് ആ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി വേണ്ടത് വെച്ചാൽ കുറച്ച് ഗ്രേ പെയിൻറ് എടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ പെയിൻറ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സംഭവങ്ങൾ പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് പാളിപ്പോകുന്ന എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ എന്ത് ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയാലും എന്തെങ്കിലും അബദ്ധം പറ്റും. പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഒരു ഭയങ്കര മൂണിൻ്റെ ഫാനാണ്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളിതിനെ പെയിൻറ് ചെയ്ത് കണ്ടു. വലിയ കഴിവൊന്നും വേണ്ട ഇത് പെയിൻറ് ചെയ്തെടുക്കാൻ. ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കൊടുത്താൽ മതി. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കൊള്ളാവുമെന്ന് തോന്നിയാലും എൻഡിൽ അടിപൊളിയായിട്ട് വരും. ഇനി നമുക്കിതിന് ബാക്കിലൊരു സ്റ്റാൻഡ് വേണം. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡല്ല, നമ്മൾ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ഈ ലൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഈ സ്റ്റാൻഡ് പോലെ സാധനത്തെ മേലോട്ട് മൂന്നിനും കൂടെ ഒട്ടിച്ചു കൊടുക്കും. ഇനിയാണ് മെയിൻ പരിപാടി വരുന്നത്. നമുക്കിതിൻ്റെ ലൈറ്റിനെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, എനിക്ക് കുറച്ച് ലൈറ്റ്സ് ഗിഫ്റ്റ് കിട്ടി. അത് കിട്ടിയ പിന്നെ എന്താ അറിയില്ല, എനിക്ക് എന്തുണ്ടാക്കിയാലും കുറച്ച് ലൈറ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മളിനി കുറച്ച് ലൈറ്റ് ആ സാധനത്തിൻ്റെ ചുറ്റും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭംഗിയില്ലേ? പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.